ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. എല്ലാവർക്കും കുക്കിംഗ് പെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കിൻവ വെച്ചിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ കിൻവ വെച്ചിട്ട് നമ്മൾ ഉപ്പുമാവ്, പുലാവ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാകും. അപ്പോൾ പായസം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ഇല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ, നല്ല ടേസ്റ്റാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്ത് നോക്കിയത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. കിൻവയുടെ ആ ഒരു ടേസ്റ്റ് പായസത്തിന് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ കിൻവ. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറയാമെന്നേ ഉള്ളൂ. ഒരുവിധം എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ ഇതിപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊരു ഫ്ലവർ സീഡാണ്, അതുപോലെ തന്നെ സൂപ്പർ ഫുഡ് ഇതിൽ പെട്ടതാണ്, ആ ഒരു കാറ്റഗറിയിൽ പെട്ടതാണ്. അതുപോലെ ഇതിൽ ഒരുപാട് വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വെയിറ്റ് ലോസ് ചലഞ്ച് ചെയ്യുന്നവർക്കൊക്കെ നല്ലൊരു ഫുഡായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ വെയിറ്റ് ലോസിൻ്റെ കാര്യത്തിൽ ഇത് നല്ലൊരു ഫുഡ് തന്നെയാണ് കേട്ടോ, വളരെ ഉപകാരമായിട്ടുള്ളൊരു ഫുഡാണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് റെസിപ്പീസ് നമുക്കിത് വെച്ചിട്ട് ട്രൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് 3 കളറിൽ അവൈലബിൾ ആണ് കേട്ടോ. വൈറ്റ് ഉണ്ട്, അതുപോലെ റെഡ്, ബ്ലാക്ക്, ഇങ്ങനെ 3 കളറിൽ നമുക്ക് കിട്ടും. ആദ്യമൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ വൈറ്റ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് വൈറ്റാണ്. അപ്പോൾ ഞാനൊരു 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് കിൻവ വെച്ചിട്ടാണ് ഞാനിന്ന് പായസം റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ഇത് മുങ്ങിക്കിടക്കാൻ വിധത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂർ നമുക്കിതൊന്ന് വെക്കണം. ഇതിൻ്റെ മുകളിൽ ഒരു കെമിക്കലുണ്ട്, സാപ്നോൺ എന്ന് പറഞ്ഞിട്ടൊരു കെമിക്കൽ കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ സോക്ക് ചെയ്യാൻ വെക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു അരമണിക്കൂറൊക്കെ നമ്മളിങ്ങനെ സോക്ക് ചെയ്തിട്ട് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ട് ഡ്രെയിൻ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നാച്ചുറൽ കെമിക്കൽ തന്നെയാണ് കേട്ടോ അതിൻ്റെ മുകളിലുള്ളത്. പക്ഷേ അത് നമ്മൾ കളഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനൊരു ചുവ വരും. അപ്പോൾ അത് ഒരു ടേസ്റ്റ് കിട്ടില്ല നമ്മൾ ഉണ്ടാക്കുന്ന റെസിപ്പിക്ക്. അതുകൊണ്ടാണ് ഇങ്ങനെ സോക്ക് ചെയ്തിട്ട് നമ്മൾ കഴുകിയെടുക്കുന്നത്. അപ്പോൾ ഞാനിതൊക്കെ ഇവിടെ ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതുകൊണ്ട് പായസം റെഡിയാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള കിൻവ ഇതിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് മൂക്കൊന്നും വേണ്ട, എന്നാലും ജസ്റ്റ് അതൊന്നും ഇങ്ങനെ പൊട്ടി തുടങ്ങും. അതിൻ്റെ ആ ഒരു സൗണ്ട് നമുക്ക് കേൾക്കാം, ഇങ്ങനെ പൊട്ടി തുടങ്ങുന്നത്. ആ സമയം വരെ നമുക്കിതൊന്നിങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ചെറുതായിട്ട് പൊട്ടി തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ പാലിലല്ലെങ്കിൽ നമുക്ക് ആദ്യം വെള്ളം ചേർത്തിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഇത് വേവുന്ന സമയത്തേക്ക് ഇത് വറ്റി വരും. അപ്പോൾ പാലിലാവുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. ഞാനിപ്പോൾ ഇതിലേക്ക് ഈ 1/2 കപ്പ് കിൻവ 1 ലിറ്റർ പാലിലാണ് ഞാൻ പായസം റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം 1/2 ലിറ്റർ പാലാണ് ഇതിലൊഴിച്ച് കൊടുത്തത്. ഇത് വേവാനായിട്ടുള്ള പാലാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബാക്കി 1/2 ലിറ്ററും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പാലൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് കുറച്ചൊരു അത്യാവശ്യം വേവൊക്കെ ഉണ്ട്. ഒരു 20 മിനിറ്റോളം വേവിക്കേണ്ടി വരും. അപ്പോഴാണ് ഇത് കറക്റ്റായിട്ട് വെന്ത് കിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ശർക്കര ഉരുക്കിയിട്ട് ആ ഒരു പാനി നമുക്ക് ഇതിലേക്ക് അരിച്ച് ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 4 ഏലക്കായ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ പഞ്ചസാര, ശർക്കര ഒന്നും ചേർക്കുന്നില്ല. ഇതിലേക്ക് ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് മാത്രമാണ് മധുരത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, പഞ്ചസാരയോ ശർക്കരയൊക്കെ ഉപയോഗിച്ചാൽ മതി. ഇനി അതും അല്ലെങ്കിൽ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഈത്തപ്പഴം വെള്ളത്തിലിട്ടിട്ട്, നമ്മൾ ഡേറ്റ്സ് കുറച്ച് വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് അത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഇതിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ പായസത്തിനൊന്നും കൂടെ ടേസ്റ്റും കൂടും, ഹെൽത്തി ആയിട്ട് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ കിൻവയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ഇതിലേക്ക് ബാക്കി 1/2 ലിറ്റർ പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് അത് തിളച്ച് വരുന്ന സമയത്താണ് കേട്ടോ ഇതിലേക്ക് ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ വേറെ മധുരത്തിനൊന്നും ചേർക്കാത്തത് കാരണം തന്നെ കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് പിന്നെ കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് കൊടുക്കുക. ഈ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ട് നമ്മൾ പായസം റെഡിയാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണല്ലോ. അപ്പോൾ നമ്മുടെ പായസമൊക്കെ കറക്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് തണുക്കുമ്പോൾ ഒന്നും കൂടെ ടൈറ്റായിട്ട് വരും, അതുകൊണ്ടാണ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഓഫാക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും കൂടെ ഒന്ന് വറുത്തിടാം. അതിന് വേണ്ടിയിട്ട് ഒരല്പം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഡ്രൈ നട്ട്സൊക്കെ ചേർക്കുമ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ബദാമാണെങ്കിലും പിസ്ത ആണെങ്കിലും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കാഷ്യൂവും അതുപോലെ തന്നെ കിസ്മിസുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കിസ്മിസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ നെയ്യോട് കൂടെ തന്നെ ഉണ്ട്. ഇത് വറുത്ത ഈ ഒരു നെയ്യോട് കൂടെയാണ് നമ്മൾ പായസത്തിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു നെയ്യിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടെ വരുമ്പോൾ പായസത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ നമ്മുടെ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കാഷ്യൂം കൂടെ അതിൻ്റെ മേലേക്ക് ചേർത്തു. അപ്പോൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കിൻവ എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റമാണ്. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും നല്ലൊരു വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരെ എല്ലാവരോടും ബൈ.